സ്നേഹവും ബഹുമാനമുള്ള ക്രിസ്ത്യന്മാരുമായിരിക്കുന്ന അമരവിള യേശുദാസച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിലെ അംഗങ്ങളെ, മാസ്റ്റർ, ഈ ഇടവകയിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുകയാണ്. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൂടുതൽ മുഖവരികൾക്ക് സമയമില്ല. ഇന്ന് വായിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ചു കേട്ടത്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. അതിനുമുമ്പ് നമുക്ക് വചനധ്യാനത്തിന് മുമ്പായി ഒന്ന് ഹൃദയങ്ങളുടെ ദിവസം സമർപ്പിക്കാൻ പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, ഇന്ന് ഈ യോഗത്തെ ദൈവം ധന്യമായി അവിടെ അനുഗ്രഹിക്കണം. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ ദൈവത്തിന്റെ കൃപ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം അവിടുത്തെ ദാനമാണ്. വചനം സംസാരിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വചനം ഒരുപോലെ തെളിവായി ശക്തമായി ഞങ്ങൾ ഹൃദയങ്ങളിലേക്ക് പാകപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. തുടർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ഒരുക്കണം. വചനധ്യാനത്തിനായി ശക്തീകരിക്കണം. നല്ല നിലവിലെ വ്യക്തികളെ പോലെ ശോഭിക്കുക. ഞങ്ങളെ വചനത്തിലൂടെ അവിടെ ശക്തീകരിക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. ദൈവയുടെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈശ്യയുടെ വേദഭാഗം അവർ എരിഹോവിൽ നിന്നെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് നൽകിയ പുരുഷാരത്തിനും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർജിമായി എന്ന കുരുടനായ രക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാനമായ ധ്യാന കഥാപത്രം എന്ന് പറയുന്നത് ബർജിമായി. ശക്തമായ ഈ ജീവിതത്തിന് വ്യക്തമായ അടിസ്ഥാന സൃഷ്ടി, സത്യസന്ധമായ ആത്മീയത, കാപട്യങ്ങളില്ലാത്ത, കലർപ്പുകളില്ലാത്ത ആത്മീയ ദൈവത്തോട് അടുക്കുവാൻ ചടുലമായ നീക്കങ്ങൾ, കാൽച്ചുവടുകൾ ചലിപ്പിച്ച ബർജിമായി. പണ്ടുകാലങ്ങളിൽ ഇപ്പോഴത്തെ അറിയില്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പാല് കഴുകിയാൽ, പാൽക്കുപ്പി കഴുകിയാൽ, പണ്ട് പാല് ഒഴിച്ചാൽ വെള്ളം ഒഴിച്ച് കഴുകണമെന്നുള്ളത്. ഇപ്പൊ തന്നെ കുപ്പി കഴുകേണ്ട കാര്യമില്ല, അതിനകത്ത് ധാരാളം വെള്ളമാണ്. പ്രായോഗികതയില്ല. ഇന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് വെള്ളം എത്ര ചേർത്താൽ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ. എങ്കിലും അന്നത്തെ കാലഘട്ടമനുസരിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഒരു ആത്മീയത, ക്രിസ്തുവിന്റെ സ്നേഹം നമ്പാൻ, ക്രിസ്തുവിനോട് അടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കണമോ, അഥവാ മായങ്ങളായോ കലർപ്പുകളായിട്ടാണോ നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്നത്? അപ്പോൾ ക്രിസ്തുവിന്റെ പ്രതിപക്ഷനാകിയാൽ മുന്നോട്ട് വെച്ച നീക്കങ്ങളൊന്നും ഈ ബർജിമായിക്ക് പാഴാമില്ല. തന്റെ ജീവിത സാഹചര്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ തന്നെ ഒന്നും പുറകോട്ട് വഹിക്കുന്നില്ല. നേട്ടത്തിലെത്താൻ ശക്തമായ ആത്മീയ അധ്വാനം നടത്തിയാണ്. അനുഗ്രഹീത ജീവിതങ്ങൾ ആയിരിക്കുന്നവർ, ഭൗതികവും ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ പോലും ആത്മീയ ജീവിതത്തിൽ നടത്തുന്ന യത്നങ്ങൾ ഇന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യാതൊരു വൈകല്യങ്ങളില്ല, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, ഒരു ജീവിത സാഹചര്യങ്ങൾക്കും കുറവില്ല. പക്ഷേ നമ്മുടെ ആത്മീയതയ്ക്ക് കർത്താവുമായി അടുക്കുന്ന ജീവിതത്തിൽ നാം എപ്പോഴും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വിശ്വാസത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ കൃത്യമായ ജീവിതം, വിശ്വാസ നീക്കങ്ങൾ, പ്രാർത്ഥന, നിലവിളി, കലർപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ മായമില്ലാതെ വിശ്വാസത്തോടെ തന്റെ കാഴ്ചപ്പാടുകളെ ചലിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതം ഇതുപോലെ നമുക്ക് മാറ്റാൻ കഴിയുന്നതോ? ഏത് സാഹചര്യത്തിലും, ജീവിത സാഹചര്യത്തിലും നമുക്ക് ശക്തമായ കർത്താവുമായ ഒരു ബന്ധം ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ, ആഴപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം വിജയപരാജയമല്ല, വിജയമാണ്. കർത്താവ് നമ്മെ കാണും, കർത്താവ് നമ്മെ അംഗീകരിക്കും, കർത്താവ് നമ്മെ തൊടും, നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങൾ വ്യത്യാസപ്പെടും, കർത്താവ് നമ്മെ ഉയർത്തും. ഇതെല്ലാം ലക്ഷ്യ ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോട് ചിന്തിക്കാം. ഒന്നാമതായി, പരിമിതിയുള്ള ജീവിത സാഹചര്യങ്ങളിൽ പരിഭവമില്ലാതെ ജീവിച്ച മറ്റൊരു വ്യക്തിയാണ്, മകൻ ഭക്തനാണ് ബർജിമായി. പരിമിതിയുള്ള ജീവിത സാഹചര്യങ്ങളിൽ പരിഭവമില്ലാതെ ജീവിച്ച മകൾ ഭക്തൻ എന്ന് പറഞ്ഞാൽ പരിമിതി. ജീവിത ലോകത്ത് നമ്മൾ പഠിക്കുമ്പോൾ 10:46 പറയുന്നത് കുരുടൻ, ഭിക്ഷക്കാരൻ, വഴിയരികെയാണ്. അപ്പോൾ ഈ ബർജിമായുടെ ജീവിതം എന്തുകൊണ്ടും വളരെ ശോചനീയമായ അനുഭവമാണ്, അല്ലെ? കുരുടനായ മനുഷ്യനാണ്, ഭിക്ഷക്കാരനാണ്, വഴിയരികെയിരിക്കുന്നവരാണ്, പരസഹായത്തോടെ ജീവിക്കേണ്ടി വരുന്നവരാണ്. ആരെങ്കിലും വിളിച്ചുകൊണ്ടിരുത്തിയാൽ എവിടെയെങ്കിലും ഇരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇവിടെ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിത നിലവാരം ഈ സാധ്യമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ദൈവത്തെ നമ്മൾ
പ്രതീക്ഷിക്കാൻ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, നല്ല ജീവിത നിലവാരം, വീട്, അടച്ചുറപ്പുള്ള വീട്, ചോർച്ചയില്ലാത്ത വീട്, നല്ല മക്കൾ, നല്ല വിദ്യാഭ്യാസം, നല്ല ജീവിത സാഹചര്യങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ എത്ര പേർ സർജറിയുടെ ഡേറ്റ് കിട്ടി കാത്തിരിക്കുകയാണ്. ഇന്നോ നാളെ സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സിന്റെ ഡേറ്റ് കുറിച്ച് കൊടുത്തിരിക്കുകയാണ്. എത്രയോ പേർ ഇന്ന് ജീവൻ മരണത്തിനിടയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നുണ്ട്. എത്രയോ പേർ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. ശാരീരികമായ വൈകല്യങ്ങളോടെ, പരിമിതികളോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തെ എത്രയേറെ മേന്മപ്പെടുത്തിയ ദൈവത്തെ നാം എത്ര ആരാധിക്കണം. നമുക്ക് വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ദീർഘിപ്പിക്കാതെ നമുക്ക് ഈ ഭൂതലത്തിൽ ജീവിക്കാൻ ആവശ്യമായ കരുത്ത് പകർന്ന ദൈവത്തെ നമുക്ക് എത്ര ദൈവത്തെ സ്തുതിക്കണം. കടഭാരങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യങ്ങളുണ്ട്, നമുക്ക് പരിഭവങ്ങൾ പറയുവാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കർത്താവേ, ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ, ഇങ്ങനെ ജീവിതത്തെ കൊണ്ടെത്തിച്ചല്ലോ, എന്റെ ജീവിത സങ്കടമാണ്, വേദനയാണ്, പട്ടിണിയാണ്, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഒരുപാട് പരിഭവങ്ങൾ പറയാനുണ്ട്. അവിടെയും വ്യക്തമായി പരിഭവം പറയാതെ തന്റെ ജീവിത സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ദൈവത്തെ കാണുവാനുള്ള ആർത്തി അവരിൽ വളരുകയാണ്. ദൈവത്തെ മറക്കുന്നില്ല, സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ മറക്കുന്നില്ല. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 പറയുന്നു, കെണിയുടെ തോട് വറ്റിപ്പോയി, ജലസമൃദ്ധമായ തോട് പെട്ടെന്ന് വറ്റിപ്പോയി. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം സമൃദ്ധമായിരിക്കുമ്പോഴും എവിടെയെങ്കിലും വറ്റി വരുന്ന അനുഭവങ്ങൾ നാളെ നമുക്കുണ്ടാകാം. ഇന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് മുതൽ ഉണ്ടായിരുന്ന അഭിവൃദ്ധി